ആട് സിനിമാറ്റിക് യൂണിവേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആടും ആടിറ്റും അറിയാലോ, എന്തിന്റെ പിന്നാലെ ഓടുന്ന ഒരിക്കലും രക്ഷപ്പെടാത്ത കുറെ മണ്ടന്മാരുടെ കഥ. ആദ്യ ഭാഗത്തിൽ നീലക്കൊടുവിലാണെങ്കിൽ സെക്കൻഡ് പാർട്ടിൽ കമ്മട്ടം. പക്ഷെ തേർഡ് പാർട്ടിലേക്ക് വരുമ്പോ ഡയറക്റ്റ് ഈ ഒരു ഫോർമുല പിടിക്കാതെ അതിലൊരു ജേർണലിസ്റ്റ് കൊണ്ടുവന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പരിപാടി അടിപൊളിയായിട്ട് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്താണ് ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു സക്സസ്. ആട് അതിന്റെ മൂന്നാം ഭാഗത്തിലേക്ക് വരുമ്പോ യൂണിവേഴ്സ് ഒരുപാട് വലുതായി. ഒറ്റ നോട്ടത്തിൽ ഇതും എന്തിന്റെയൊക്കെയോ പിന്നാലെ ഓടുന്ന കുറെ മണ്ടന്മാരുടെ കഥയാണെങ്കിലും ഇതിന് ഒരുപാട് ലെയറുകളുണ്ട്. ഹൈ റേഞ്ചിൽ നിന്ന് തുടങ്ങുന്ന ഒരു വേൾഡ് വൈഡ് മിസ്റ്ററി ആണ് ഇപ്പോ ആട്. അപ്പോ ആട് 3 സിനിമ ഇപ്പോ OTT വന്നിട്ടുണ്ട്. അപ്പോ പടം കണ്ടവർക്ക് ഈ പടത്തെ പറ്റി ചെറിയ ഡൗട്ടുകൾ കാണും. അപ്പോ അടുത്ത പാർട്ടും വരുന്നതുകൊണ്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആട് 3യിൽ മെയിൻ ആയിട്ടും 3 ടൈം ലൈൻ ഉണ്ട്: പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ. ആദ്യത്തെ ടൈം ലൈൻ ഫ്യൂച്ചർ ആണ്. AD 2370. ആശാന്റെ ഫ്യൂച്ചർ സെൽഫ് ഒരു വേൾഡ് ഡീറ്റെയിലിംഗ് കൊടുത്തുകൊണ്ടാണ് പടം ആരംഭിക്കുന്നത്. 2370 ആവുമ്പോഴേക്കും ഒരു ഓർഗനൈസേഷൻ, അതായത് ഒരു സംഘടന ലോകത്ത് തന്നെ നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തിയായി മാറി. ലോകത്തിന്റെ ഒരു വലിയ ഭാഗവും ഇവരുടെ നിയന്ത്രണത്തിലാണ്. എല്ലാ സർക്കാരും എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളും അവർ അട്ടിമറിച്ചു. ഇവരെ എതിർക്കുന്നവരെല്ലാം ഇവര് കൊന്നു തള്ളി. അതായത് ഫ്യൂച്ചറിൽ ഒരു സംഘടന ഭയങ്കര പവർഫുൾ ആയിട്ട് ലോകത്ത് തന്നെ നിയന്ത്രിക്കുന്ന ഒരു ലെവലിലേക്ക് മാറും. ആർക്കും അവരെ എതിർക്കാൻ കഴിയില്ല. എതിർക്കുന്നവരെല്ലാം അവർ കൊന്നു തള്ളും. അങ്ങനെ ഫ്യൂച്ചറിൽ ഈ ഒരു ഓർഗനൈസേഷൻ വളരെ തൊല്ലയായിട്ട് മാറും. എല്ലാവരും ഈ ഓർഗനൈസേഷനെ പേടിക്കുമ്പോൾ ആശാന്റെ ഫ്യൂച്ചർ ഗ്രൂപ്പ് മാത്രം ഇവർക്കെതിരെ ഇങ്ങനെ പോരാടും. അപ്പോ ഏതാണ് ഈ ഓർഗനൈസേഷൻ? ഇതിന് പിന്നിൽ ആരായാലും അവരാണ് ഇതിലെ വില്ലൻ. എങ്ങനെയാണ് ഇവർ ഈ ലോകത്ത് തന്നെ നിയന്ത്രിക്കുന്ന ഇത്രയും വലിയൊരു പവർ ആയെന്ന് ചോദിച്ചാൽ, അവർ ടൈം ട്രാവൽ ചെയ്തു, സമയത്തെയും കാലത്തെയും നിയന്ത്രിച്ചു. എങ്ങനെയാണ് അവർ സമയത്തെ നിയന്ത്രിച്ചത്? അതാണ് സ്റ്റാർ ഡസ്റ്റ്. സ്റ്റാർ ഡസ്റ്റ് എന്ന് പറയുന്നത് നിഗൂഢമായ ഒരു അപൂർവമായ കല്ലാണ്. ഇതിന്റെ എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ടൈം ട്രാവൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈം ലൈനുകൾ നിയന്ത്രിക്കുന്നത്. അപ്പോ ഈ ഒരു ഓർഗനൈസേഷനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ആയുധബലം കൊണ്ടും ആൾബലം കൊണ്ടും ഒന്നും നടക്കുന്നില്ല. പിന്നെയുള്ള ഒരേ ഒരു വഴി ആ ഓർഗനൈസേഷൻ വളച്ചൊടിച്ചു വെച്ചിരിക്കുന്ന ടൈം ലൈനുകൾ കറക്റ്റ് ചെയ്യപ്പെടണം. അതിനായി സ്റ്റാർ ഡസ്റ്റ് നന്മയുടെ കയ്യിൽ വരണം. ചുരുക്കി പറഞ്ഞ സാധനം ഇപ്പൊ ഫ്യൂച്ചറിൽ ഇല്ല. അതിപ്പോൾ ഉള്ളത് മറ്റൊരു ടൈം ലൈനിൽ ജീവിക്കുന്ന കുറെ സ്ട്രേഞ്ചേഴ്സിന്റെ കയ്യിലാണ്. അവരെടുക്കാൻ പോകുന്ന തീരുമാനങ്ങളാണ് ഭാവി നിർണ്ണയിക്കുന്നത്. ഇനിയുള്ളത് 2 ടൈം ലൈനുകളാണ്. ടൈം ലൈൻ 2 2025, അതായത് പ്രസന്റ്. പിന്നെ ടൈം ലൈൻ 3 1790, പാസ്റ്റ്. പടത്തിൽ ഫ്യൂച്ചറിൽ നിന്ന് നേരെ പോകുന്നത് പ്രസന്റിലേക്കാണ്. പക്ഷെ നമുക്കാദ്യം മൂന്നാമത് ടൈം ലൈനിലേക്ക്, അതായത് പാസ്റ്റിലേക്ക് പോയിട്ട് സ്ട്രെയിറ്റ് ഓർഡറിൽ വരാം. ടൈം ലൈൻ 3 AD 1790. കേരളത്തിൽ രാജഭരണവും ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന അന്ധകാലം. അക്കാലത്തിലെ ഒരു നാട്ടുരാജാവായിരുന്നു പത്മനാഭൻ രാജാവ്. പാപ്പന്റെ പൂർവ്വജന്മം. കഴിഞ്ഞ ജന്മത്തിൽ ഷാജി പാപ്പൻ ഒരു രാജാവായിരുന്നു. രാജാവ് എന്ന് പറഞ്ഞാൽ ഒരു ദാരിദ്ര്യം പിടിച്ച രാജാവ്. ആ കാലഘട്ടം എടുത്താൽ അന്ധകാലത്തും ഇപ്പൊ നമ്മുടെ പാപ്പന്റെ കൂടെയുള്ള അതേ ആളുകൾ അപ്പോഴും ഉണ്ട്. അങ്ങനെ പത്മനാഭൻ രാജാവ് ഒരു ദാരിദ്ര്യം പിടിച്ച രാജാവാണെങ്കിലും അയാളുടെ കയ്യിൽ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ഒരുപാട് അമൂല്യമായ നിധികളൊക്കെ ഉണ്ട്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ടിപ്പു സുൽത്താൻ നാട്ടുരാജ്യങ്ങൾ ഓരോന്നായി പിടിച്ചെടുത്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമാണ്. അങ്ങനെ ടിപ്പുവിന്റെ പട പത്മനാഭൻ രാജാവിന്റെ രാജ്യത്തും വരുന്നു. രാജാവിന്റെ കയ്യിൽ നിന്ന് അമൂല്യമായ ഒരു നിധി തട്ടിയെടുക്കുക എന്നുള്ളതാണ് ടിപ്പുവിന്റെ ലക്ഷ്യം. അങ്ങനെ രാജാവിന്റെ രാജ്യം കീഴടക്കി നിധി കൈക്കലാക്കുവാൻ ടിപ്പുവിന്റെ പടനായകൻ അസം ഖാൻ രാജാവിന്റെ നാട്ടിലെത്തുന്നു. ഇതേ സമയം രാജാവിന്റെ കയ്യിൽ നിന്ന് അതേ നിധി അടിച്ചു മാറ്റാൻ കപ്പൽ കയറി പുറത്തു നിന്നും വേറൊരു ടീം വരുന്നു. അങ്ങനെ അസം ഖാൻ നാട്ടിലേക്ക് വന്നാൽ രാജ്യം കൊള്ളയടിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് നടത്തിയ പത്മനാഭൻ രാജാവ് നാട് വിടാൻ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അതിനുമുമ്പ് പുള്ളി വേറൊരു കാര്യം ചെയ്യുന്നു. ഈ പത്മനാഭൻ രാജാവിന് പാരമ്പര്യം കൈമാറി വന്ന ആ ഒരു നിധി നക്ഷത്രധൂളി, അതായത് സ്റ്റാർ ഡസ്റ്റ്. ഈ സ്റ്റാർ ഡസ്റ്റ് ആകാശത്തിന് അപ്പുറമുള്ള ഒരു ലോകത്ത് നിന്നാണ് ഇത് വന്നിട്ടുള്ളതെന്ന് രാജാവ് പറയുന്നുണ്ട്. അപ്പോ രാജാവിന് കുറച്ച് തലമുറകൾക്ക് മുമ്പാണ് ഈ സാധനം വന്ന് വീഴുന്നത്. അങ്ങനെ ഈ നിധി അസം ഖാന്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ വേണ്ടി ഈ സാധനം അന്ന് പണിതുകൊണ്ടിരുന്ന ഒരു പാലത്തിന്റെ ഉള്ളിൽ വെച്ച് കുഴിച്ചിടുന്നു. അങ്ങനെ ഈ സാധനം ആർക്കും കിട്ടുന്നു. അങ്ങനെ നൂറ്റാണ്ടുകൾ കടന്നുപോയി. വർഷം 2025. രണ്ടാമത്തെ ടൈം ലൈൻ. മൈക്കിൾ എന്ന് പറയുന്ന ഒരു ഗവേഷകന് തന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് 1700കളിലെ ഒരു ബുക്ക് കിട്ടുന്നു. ആ ബുക്കിൽ പഴയ പത്മനാഭ രാജാവിനെ കുറിച്ചും അങ്ങേര് പണിത പാലത്തെക്കുറിച്ചും അതിൽ കുഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു നിധിയെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മൈക്കിൾ എന്ന് പറയുന്ന പുള്ളി സാത്താന്റെ കസിനാണ്. സാത്താനാണെങ്കിൽ ഇപ്പൊ നീലക്കൊടുവേലിയും പോയി കമ്മട്ടവും പോയി ഡോറും പോയി മൊത്തത്തിൽ കിളിയായിട്ടിരിക്കുവാണ്. അപ്പൊ ഈ സ്റ്റാർ ഡസ്റ്റിനെ പറ്റിയുള്ള കാര്യങ്ങൾ സാത്താനോട് പറയും. സാത്താൻ വീണ്ടും ചാർജ് ആവും. ആ പാലം വിളിച്ച് ആ സാധനം എടുക്കാൻ സാത്താൻ പ്ലാൻ ഇടും. അങ്ങനെ ഇതിന്റെ ഇടയിൽ കാര്യം അറിയാതെ പാപ്പം കയറി വരും. അവസാനം പാലം പൊളിക്കുമ്പോൾ അതെടുക്കാൻ ഡ്യൂഡും വരും.
ഇതെല്ലാം കൂടാതെ ഇത് ശരിക്കും എന്ത് ഐറ്റം ആണെന്ന് അറിയാവുന്ന ഒരു ഗ്രൂപ്പ് കൂടി ഇതിന്റെ ഇടയിലേക്ക് വരും. ചിലപ്പോ ഇവരായിരിക്കാം ഫ്യൂച്ചറിൽ ആ ഒരു വേൾഡ് വൈഡ് ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ പാലത്തിന്റെ അകത്ത് നിന്ന് എടുത്ത പെട്ടിയിലും ഈ സാധനം ഇല്ല. അത് രാജാവ് സേഫ് ആയിട്ട് മറ്റൊരിടത്തേക്ക് മാറ്റി. അങ്ങനെ 2025 1790 ഈ രണ്ട് ടൈം ലൈനുകളും ഒരുപോലെ മെർജാവുന്ന ഒരു ടൈമിൽ ടൈം ലൈൻ ക്രോസിംഗ് സംഭവിച്ച് പാപ്പൻ ഡ്യൂഡും 1790ലേക്ക് ടൈം സ്ലിപ്പ് ആവുന്നു. ഡ്യൂഡ് പാസ്റ്റിലേക്ക് പോയതുകൊണ്ടാണ് മറ്റേ സുന്നാപ്പിയിൽ കറണ്ടടിപ്പിക്കുന്ന നിക്കർ വർക്ക് ചെയ്യാഞ്ഞത്. കാര്യം അക്കാലത്ത് GPS ഒന്നും വർക്ക് ആവത്തില്ലല്ലോ. പാപ്പനും ഡ്യൂഡും പാസ്റ്റിലേക്ക് പോകുമ്പോ അവിടുന്ന് രാജാവ് പപ്പനവൻ 2025ലേക്ക് വരും. അസം ഖാനെ കാണിക്കുന്നില്ലെങ്കിലും പുള്ളി 2025 എവിടെയെങ്കിലും എത്തിക്കാണും. ഇവിടെ വെച്ചാണ് ആട് 3യുടെ ആദ്യ ഭാഗം അവസാനിക്കുന്നത്. ശരിക്കും പറഞ്ഞ ആട് 3 എന്ന് പറയുന്ന വലിയ വേൾഡിന്റെ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ സംഭവത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ആട് 3 പാർട്ട് 1. മെയിൻ പരിപാടികളൊക്കെ പാർട്ട് 2ലാണ്. ഉറപ്പായിട്ടും അടുത്ത പാർട്ട് രക്ഷയില്ലാത്ത സംഭവമായിരിക്കും. ഈ കഥയുടെ മെയിൻ സംഭവങ്ങളെല്ലാം അവിടെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയ വൻ കിടിലം പരിപാടിയാണ്. രണ്ട് ടൈമിലുള്ള ഒരേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നമ്മുടെ പാപ്പൻ ഇവിടുന്ന് 1790 എത്തിയുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയ വൻ കോമഡി ആയിരിക്കും. ഈ ഡ്രൈവർ പൊന്നപ്പന്റെ മറ്റേ ജന്മത്തിന് കാണുന്ന സീനൊക്കെ വൻ കിടിലായിരിക്കും. പിന്നെ ഡ്യൂഡ് എല്ലാരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, പക്ഷെ കാലം മാറിപ്പോയി. അതുപോലെ രാജാവ് 2025ലേക്ക് വരുമ്പോഴും നൈസായിരിക്കും. ഈ രാജഭരണ കാലത്തിൽ ഒരാൾ ജനാധിപത്യം നടക്കുന്ന ടൈമിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്ന കോമഡികൾ, അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. പിന്നെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്ത ഒരു ഫ്യൂച്ചർ ഉണ്ട്, 2370. ആശാൻ അവിടെയുള്ള സ്ഥിതിക്ക് ബാക്കി എല്ലാവരും ഇല്ലാതിരിക്കില്ലല്ലോ.